3 നോമ്പിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത് പരിശുദ്ധമായിരിക്കുന്ന വലിയ നോമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒരു മെയിൻ്റനൻസ് നടത്തേണ്ട കാലഘട്ടമാണ് പരിശുദ്ധമായിരിക്കുന്ന നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ക്രിസ്തുവിൻ്റെ കഷ്ടതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സമയം കൂടിയാണ് നോമ്പിൻ്റെ കാലഘട്ടം. ക്രൂശിതനായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണ് നാം ഈ നോമ്പിൽ യാത്ര ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നാം എത്ര പേർ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കണം. ക്രിസ്തുവിൻ്റെ കഷ്ടതയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ